വൈജയന്തിയുടെയും രാജീവന്റെയും മുഖത്ത് യുദ്ധം ജയിച്ച പോരാളികളുടെ ഭാവമായിരുന്നു. തങ്ങളുടെ സ്വൈരജീവിതത്തിന് തടസ്സമായി നിന്നവളെ, ഒരു ശല്യമായി കരുതിയവളെ എന്നേക്കുമായി പടിയിറക്കി വിട്ടിരിക്കുന്നു. ഹരിയും രോഹിത്തും ബബിതയും ആ വിജയത്തിൽ പങ്കുചേർന്നു. അലീന ബാഗും തൂക്കി അപമാനിതയായി നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ ആശ്വാസത്തിന്റെ തണുത്ത കാറ്റ് വീശി. പക്ഷേ ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും ജനവാളികൾക്കിടയിൽ പിന്നിൽ കാത്തുനിൽക്കുന്ന കണ്ണുകളുമായി ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ. തന്റെ മൗനാനുവാദമില്ലാതെ, തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്റെ വീട്ടിൽ നിന്നും അലീനയെ ഇറക്കിവിട്ടത് കണ്ടപ്പോൾ ബാലചന്ദ്രന്റെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന ക്ഷമയുടെ അണക്കെട്ട് തകർന്നു. അത് വെറും ഒരു പുറത്താക്കലായിരുന്നില്ല, ബാലചന്ദ്രന്റെ ആത്മാഭിമാനത്തിന് ഏറ്റ മുറിവായിരുന്നു. അദ്ദേഹം ഒന്നും തന്നെ ആലോചിച്ചില്ല. അലമാര തുറന്ന് വസ്ത്രങ്ങളും അത്യാവശ്യ സാധനങ്ങളും വാരി വലിച്ച് ഒരു ബാഗിലാക്കി. ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഇനി തനിക്ക് ശ്വാസം മുട്ടും. അദ്ദേഹം കരുതി. അലീന ഇല്ലാത്ത, അവളെ അപമാനിച്ചിറക്കിവിട്ട് ആ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ ബാലചന്ദ്രൻ തയ്യാറായിരുന്നില്ല. താഴെ ഹാളിൽ ചിരികളും തമാശകളും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അലീന പോയതോടെ സമാധാനമായി എന്ന് കരുതി വൈജയന്തി ഇരിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് പടിയിറങ്ങി വരുന്നത് കണ്ടത്. കയ്യിലൊരു ട്രാവൽ ബാഗ്, മുഖത്ത് കാർമേഘം പോലെ കറുത്തിരുണ്ട ഗൗരവം. ഏട്ടൻ എങ്ങോട്ടേക്കായി പോകുന്നത്? വൈജയന്തിയുടെ ചോദ്യം പാതി വഴിയിൽ മുറിഞ്ഞു. ബാലചന്ദ്രൻ ആരെയും ഗൗനിച്ചില്ല. അദ്ദേഹത്തിന്റെ മൗനം വാക്കുകളേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. അച്ഛന്റെ ഭാവം കണ്ട് കൃഷ്ണമോൾ ഓടിയെത്തി. അച്ഛൻ എങ്ങോട്ടേക്കായി പോകുന്നത്? ബാലചന്ദ്രൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം നേരെ കാർ എടുത്ത് നേരെ നടന്നു. കാര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണമോള് അച്ഛന്റെ കയ്യിൽ പിടിച്ചു. അച്ഛൻ എങ്ങോട്ടേക്ക് പോയാലും ഞാനും വരും. അച്ഛനെ തനിച്ചാക്കി ഞാൻ ഇവിടെ നിൽക്കില്ല. ബാലചന്ദ്രൻ മകനെ തടഞ്ഞില്ല. കാറിന്റെ ഡോറ് തുറന്നു കൊടുത്ത് കൃഷ്ണമോള് മുൻസീറ്റിലും കയറി. ഇത് കണ്ട് പരിഭ്രാന്തനായ രാജീവ് കാറിന്റെ മുന്നിലേക്ക് ഓടി വന്നു. ബാലചന്ദ്ര, എന്താ ഈ കാണിക്കുന്നത്? വണ്ടി നിർത്ത്. പക്ഷേ ബാലചന്ദ്രന്റെ കാലുകൾ ബ്രേക്കിലായിരുന്നില്ല, ആക്സിലേറ്ററിലായിരുന്നു അമർത്തിയത്. വണ്ടി മുന്നോട്ട് കുതിച്ചു. രാജീവ് ജീവഭയത്തോടെ വശത്തേക്ക് ചാടി മാറി. ഒരൽപ്പം വൈകിയിരുന്നെങ്കിൽ ആ വണ്ടി രാജീവനെ ഇടിച്ചു തെറിപ്പിക്കുമായിരുന്നു. പൊടിപടലം മാത്രം ബാക്കിയാക്കി ആ വീടിന്റെ ഗേറ്റ് തുറന്ന് ബാലചന്ദ്രന്റെ കാറ് ചീറിപ്പാഞ്ഞു. വൈജയന്തിയും കൂട്ടരും സ്തംഭിച്ച് നിന്നുപോയി. അലീനയെ പുറത്താക്കിയതിന്റെ സന്തോഷം നിമിഷ നേരം കൊണ്ട് തന്നെ ഭീതിയിലേക്ക് വഴിമാറി. ദൈവമേ, ബാലചന്ദ്രൻ പോയി, ഇനി എന്തു ചെയ്യും? വൈജയന്തിയുടെ ശബ്ദം വിറച്ചു. നഗരഭീതികളിലൂടെ ബാലചന്ദ്രൻ കാറ് പറത്തുകയായിരുന്നു. കൃഷ്ണമോള് ഭയത്തോടെ അച്ഛനെ നോക്കി. അച്ഛാ, ഒന്ന് പതുക്കെ പോവ്, എവിടെയെങ്കിലും പോയിട്ട് ഇടിക്കും. അച്ഛന്റെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവൾ കരച്ചിലിന്റെ വക്കത്തോളം എത്തി. പക്ഷേ ബാലചന്ദ്രന്റെ കണ്ണുകൾ റോഡിലായിരുന്നില്ല, അലീനയെ തേടുകയായിരുന്നു. അവൾ എവിടെ പോയിട്ടുണ്ടാവും? ബസ് കിട്ടിയിട്ടുണ്ടായിരിക്കുമോ? അതോ തനിച്ചായിരിക്കുമോ? അതേസമയം വീട്ടിൽ രാജീവ് ഹരിയോടും രോഹിത്തിനോടും അലറി, നിങ്ങൾ ബൈക്ക് എടുത്ത് വാടാ, അവൾ എങ്ങോട്ടേക്കാ പോയതെന്ന് നോക്ക്. അവർ അന്വേഷിച്ചിറങ്ങിയെങ്കിലും ബാലചന്ദ്രന്റെ കാർ അപ്പോഴേക്കും ബഹുദൂരം പുറപ്പെട്ടിരുന്നു. ഒടുവിൽ ആ ബസ് സ്റ്റോപ്പിൽ ബാഗും പിടിച്ച് തലകുനിച്ച് നിൽക്കുന്ന അലീനയെ ബാലചന്ദ്രൻ കണ്ടെത്തി. കാറ് സഡൻ ബ്രേക്കിട്ട് അവളുടെ മുന്നിൽ അങ്ങ് നിർത്തി. ബാലചന്ദ്രനെ കണ്ടതോടുകൂടെ തന്നെ അലീന ഞെട്ടി. കയറ്, വണ്ടിയിൽ കയറ്, ബാലചന്ദ്രൻ ആജ്ഞാപിച്ചു. വേണ്ട സർ, ഞാൻ വരുന്നില്ല, ഞാൻ എന്റെ പാട്ടിന് പോയിക്കോളാം, അലീന വിസമ്മതിച്ചു. ബാലചന്ദ്രൻ കാറിൽ നിന്നും ഇറങ്ങി. മര്യാദക്ക് വണ്ടിയിൽ കയറാനാണ് ഞാൻ പറഞ്ഞത്. നടുറോട്ടിൽ നിന്ന് വെറുതെ സീനുണ്ടാക്കാതെ കയറടി വണ്ടിയില്. അലീനയുടെ ബാഗ് അദ്ദേഹം ബലമായി പിടിച്ചു വലിച്ച് കാറിലേക്ക് വെച്ചു. കൃഷ്ണമോളും വിളിച്ചു, വാ ചേച്ചി, കാറിലേക്ക് കയറി. നിസ്സഹായയായി കണ്ണീരോടെ തന്നെ അലീന ആ കാറിലേക്ക് കയറി. അങ്ങനെ അവർ യാത്ര തുടർന്നു. ബാലചന്ദ്രനെ കണ്ടെത്താവാനാവാതെ ഹരിയും രോഹിത്തും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. വീട്ടിൽ വൈജയന്തി തകർന്നിരുന്നു. നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? ഒരു വേലക്കാരിയെ പുറത്താക്കിയപ്പോൾ വീടിന്റെ നാഥൻ ഇറങ്ങിപ്പോയി എന്ന് കേൾക്കുന്നത് എന്ത് നാണക്കേടാണ്. രാജീവ് പ്രശ്നപരിഹാരത്തിനായി കമലയുടെ വീട്ടിലേക്ക് തിരിച്ചു. ഹരിയും കൂടെയുണ്ടായിരുന്നു. അവിടെ കമലയും മനവും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്തായി രാജീവേ, അലീനയെ പുറത്താക്കിയോ? കമല ചോദിച്ചു. പുറത്താക്കി അമ്മേ, പക്ഷേ പണി പാളി. ബാലചന്ദ്രനും അവിടെ നിന്നും വീട് വിട്ട് പുറത്തേക്കിറങ്ങി. കൃഷ്ണമോളെയും കൂട്ടിയിട്ട് അങ്കിൾ അവിടെ നിന്നും പോയി എന്ന് പറയും. രാജീവൻ അങ്ങനെ തല താഴ്ത്തി പറയുന്ന സമയത്തിന് കമലമ്മ അത് കേട്ട് ഞെട്ടി. എന്ത്, സ്വന്തം വീട് ഉപേക്ഷിച്ചു പോയെന്നോ? ഇവിടെയാണ് മനുവിന്റെ നിരീക്ഷണങ്ങൾ കഥയുടെ ഗതി മാറ്റുന്നത്. മനു ഗൗരവത്തോടെ പറഞ്ഞു, കൊച്ചച്ച, ഞാൻ അന്നേ പറഞ്ഞതല്ലേ അങ്കിൾ വെറുതെയല്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. ആ വീട്ടിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അത് അലീനയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, വൈജയന്തി ആന്റിയുടെ പഴയ കാലവുമായി ബന്ധപ്പെട്ട് എന്തോ വലിയ രഹസ്യം തന്നെയാണ്. രാജീവ് മനുവിനെ ഉറ്റുനോക്കി. എന്തു രഹസ്യം? മനു തുടർന്നു. ആഗ്രയിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഗംഗാധരൻ വല്യച്ഛൻ ഇവിടെ വന്ന് സംസാരിച്ചത് ഓർമ്മയില്ലേ? അദ്ദേഹം ബാലചന്ദ്രൻ അങ്കിളുടെ പക്ഷത്താണ് നിന്നത്. അതിനർത്ഥം വൈജയന്തി ആന്റിയുടെ ഭാഗത്ത് തെറ്റ് എന്നാണല്ലേ? അങ്കിൾ വീട് വിട്ടിറങ്ങിയത് അലീനയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, ആന്റിയോടുള്ള എന്തോ പകരം വീട്ടൽ കൂടിയാണ്. രാജീവിന്റെ ഉള്ളിൽ പഴയ ഭയങ്ങൾ ഉണർന്നു. ഗംഗാധരനെ വിളിച്ച് സത്യം അറിയാൻ അവർ തീരുമാനിച്ചു.
ഇതേ സമയം നഗരത്തിലെ ഒരു ഹോട്ടലിൽ ബാലചന്ദ്രൻ മുറിയെടുത്തു. മുറിയിലെത്തിയിട്ടും അലീനയുടെ തേങ്ങൽ അടങ്ങിയിരുന്നില്ല. മാഡം ഒരുപാട് വിഷമിക്കില്ലേ സർ? കൃഷ്ണമോളും സാറും എന്റെ കൂടെ പോന്നെന്നറിഞ്ഞാൽ അവരാകെ തകരില്ലേ? ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, അലീന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ബാലചന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞിരുന്നു. അവർ വിഷമിക്കട്ടെ, പക്ഷേ അലീന, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിൽ നിനക്കും പങ്കില്ലേ? അത് കേട്ട് അലീന ഞെട്ടിപ്പോയി. സർ, ബാലചന്ദ്രൻ തുടർന്നു, നീ വന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നല്ല, പക്ഷേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം നീയാണ്. നീ എന്റെ മകളാണ് അലീനെ. ബബിതയെ പോലെ, കൃഷ്ണമോളെ പോലെ അല്ല, അവരെക്കാളൊക്കെ ഉപരി നീ എന്റെ മൂത്ത മകളാണ്, രോഹിത്തിനേക്കാളും മൂത്തവൾ. ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി. കൃഷ്ണമോള് അത്ഭുതത്തോടെ അച്ഛനെ നോക്കി. അച്ഛന്റെ വാക്കുകളിലെ സത്യസന്ധത അവളെ സ്പർശിച്ചു. അലീന പൊട്ടിക്കരഞ്ഞുപോയി. ഒരു വേലക്കാരിയായി മാത്രം തന്നെ കണ്ടിരുന്നവൾക്ക് മുന്നിൽ, ഒരച്ഛന്റെ സ്ഥാനത്തു നിന്ന് തന്നെ സംരക്ഷിക്കാൻ തയ്യാറായ ആ മനുഷ്യന്റെ സ്നേഹത്തിന് മുന്നിൽ അവൾ തലകുനിച്ചു നിന്നു. ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. താൻ കൂടെയുള്ളിടത്തോളം കാലം ആരും അവളെ വേദനിപ്പിക്കില്ലെന്ന ഉറപ്പ് അദ്ദേഹം നൽകി. ഇതേ സമയം വീട്ടിൽ വൈജയന്തി സങ്കടം സഹിക്കാനാവാതെ തന്റെ അമ്മയുടെ മുറിയിലേക്കെത്തി. അമ്മേ, ബാലചന്ദ്രൻ പോയി. മുത്തശ്ശിയുടെ തേങ്ങലോടുകൂടെ തന്നെ വൈജയന്തി പറഞ്ഞു. എന്നാൽ മുത്തശ്ശിക്ക് അവളോട് സഹതാപമൊന്നും തോന്നിയില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ വൈജയന്തി നിന്നോട്, ബാലചന്ദ്രനെ വെറുപ്പിക്കരുതെന്ന്. അലീനെ ഇവിടെ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ബാലചന്ദ്രനും ഇവിടെ നിന്നും പടിയിറങ്ങി പോകുമെന്ന് നിനക്ക് ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതല്ലേ? നീ അത് വകവെച്ചില്ല. നിന്റെ അഹങ്കാരം തന്നെയാണ് ഇതിനൊക്കെ കാരണം. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വന്നു. അമ്മേ, അമ്മയെങ്കിലും ഇതൊന്ന് നിർത്ത്, എന്നെ ഒന്ന് സമാധാനിപ്പിക്ക്, വൈജയന്തി കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞിട്ട് ഓരോന്നും വരുത്തി വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു, ഇതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കണം. ബാലചന്ദ്രൻ ഇനി തിരികെ വരുമെന്ന് നീ കരുതുന്നുണ്ടോ? മുത്തശ്ശിയുടെ വാക്കെല്ലാം തന്നെ കൂർത്ത അമ്പുകൾ പോലെ വൈജയന്തിയുടെ നെഞ്ചിൽ തറച്ചു. സമാധാനം തേടി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന വൈജയന്തിക്ക് കിട്ടിയത് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു. ആകെ തളർന്ന് അവശയായി വീടിന്റെ സിറ്റൗട്ടിൽ വന്നിരുന്ന ശൂന്യതയിലേക്ക് നോക്കിക്കരയുന്ന വൈജയന്തിയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ആ വലിയ വീട്ടിൽ അവൾ ഇന്ന് തനിച്ചാണ്. തന്റെ ഭർത്താവില്ലാത്ത ആ വീട്, ബാലചന്ദ്രനും മകളും പോയ ആ വീട് ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമായിരുന്നു. താൻ ജയിച്ചു എന്ന് കരുതിയ യുദ്ധത്തിൽ താൻ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന സത്യം വൈജയന്തി തിരിച്ചറിയുന്നതോടുകൂടിയാണോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ തന്നെയാണ്. അലീനയുടെ അച്ഛൻ ആരാണെന്ന സത്യം തിരിച്ചറിയുന്നുണ്ട്. അതോടുകൂടെ തന്നെ അലീനയ്ക്ക് ജന്മം നൽകിയിരിക്കുന്ന അലീനയുടെ സ്വന്തം അച്ഛൻ ആരാണെന്ന സത്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ കണ്ടുപിടിക്കും. അതോടുകൂടെ തന്നെ അലീനയെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കട്ടെ ബാലചന്ദ്രൻ തിരിക്കുന്നത്, വീട്ടിലേക്ക് തിരിക്കുന്ന അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.